ഇന്നത്തെ സെഷൻ തുടങ്ങാം. അപ്പൊ നമ്മുടെ പോസ്റ്ററിൽ കൊടുത്ത പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രേക്ക് ദ ഇന്നർ കേജ് ആൻഡ് ഫ്ലൈ ഹൈ എന്നുള്ളതാ. നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു കൂടുണ്ട്. അതായത് നമ്മളൊക്കെ നമ്മൾ അറിയാതെ ഏതോ ഒരു കൂട്ടിന്റെ ഉള്ളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ബ്രേക്ക് ചെയ്യാതെ നമ്മൾ ആഗ്രഹിച്ച ഒരു ലൈഫിലേക്ക് നമുക്ക് എത്താൻ ഭയങ്കര പ്രയാസമാണ്. ആ ഒരു കൂടിന്റെ ഫസ്റ്റത്തെ ഒരു ഉദാഹരണമാണ് എന്തറിയോ? കൂട് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു ലൈഫിലോട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻസ് ഒക്കെ എടുത്ത് പോകുമ്പോൾ നമ്മളുള്ളതൊരു പിടുത്തം വരും അല്ലെ? പുറത്തുള്ള ശത്രുവിനേക്കാളും ഉള്ളുന്ന ഒരാളിങ്ങനെ കോൺഫിഡൻസ് കുറഞ്ഞു തോന്നിപ്പിക്കുക, എനിക്ക് അതൊക്കെ പറ്റുമോ തോന്നിക്കുക എന്നുള്ള രീതിയിൽ അല്ലെ? അതിൽ പ്രധാനപ്പെട്ട വില്ലനാണ് എന്ത്? ഞാൻ പ്രാർത്ഥിച്ചാലൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇത് വലിയൊരു കേജാണ്, നമ്മളെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കൂടാണ്. ഈ കൂട്ടിന്റെ ഉള്ളിൽ നിന്ന്, അല്ലെങ്കിൽ ഇതൊരു വിശ്വാസമായിട്ട് ഒരു ലിമിറ്റിംഗ് ബിലീഫാണ്. ഈ ഒരു വിശ്വാസം ഉള്ളിൽ വെച്ചിട്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചാലും നിങ്ങൾ വിചാരിച്ച പോലെ അതിലോട്ട് എത്തില്ല. അതായത് എന്താണത്? അതായത് ഞാൻ എത്ര ചെയ്തിട്ടും കാര്യമില്ല, ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരും പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ പോലും അവരെ ഉള്ളിലുള്ള ഒരു വിശ്വാസം എന്താണെന്നറിയോ? പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും ഇപ്പൊ നടക്കലുണ്ടാവില്ല. കാരണം മെഡിക്കൽ സയൻസിന്റെ റിപ്പോർട്ട് പ്രകാരം, അല്ലെങ്കിൽ വേറെ ആരോ പറഞ്ഞത് പ്രകാരം അതൊന്നും ഒരു ചാൻസും ഇല്ലാത്ത കാര്യമാണ്. അതായത് നമ്മൾ പലപ്പോഴും ഇവിടെയുള്ള പല കാര്യങ്ങളെയും, നമ്മുടെ ആരോഗ്യം ആയിക്കോട്ടെ, നമ്മുടെ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്ന് പറഞ്ഞ മനുഷ്യന്റെ കുഞ്ഞു ബുദ്ധിയിലാണ് നോക്കിക്കാണുക. നമുക്കത് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉറപ്പിക്കും എന്ത്? അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത്. ഞാനൊരു കോട്ട് പറയാം. അതായത് ദർ ഈസ് സോ മച്ച് പവർ ഇൻ ബിലീവിംഗ് ദാറ്റ് എവറിഥിങ് വിൽ വർക്ക് ഔട്ട് എന്നുള്ളത്. അതായത് നിങ്ങൾ വിശ്വസിക്കാണ് എന്ത്? എല്ലാം നടന്നോളും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിന് ഭയങ്കര പവർ ഉണ്ട് എന്നുള്ളതാ. ഇത് മേ ബി ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു നോർമൽ കോട്ടായിട്ട് തോന്നും, പക്ഷെ ഒരിക്കലും അല്ല. ഞാൻ എന്റെ റൂമിൽ ഒട്ടിച്ച് വെച്ചിട്ടുള്ള, എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന, വാൾപേപ്പർ ഒക്കെ ആക്കി വെക്കുന്ന ഒരു കോട്ടാണിത്. എന്ത്? ദർ ഈസ് സോ മച്ച് പവർ ഇൻ ബിലീവിംഗ് ദാറ്റ് എവറിഥിങ് വിൽ വർക്ക് ഔട്ട് എന്നുള്ളത്. അതായത് നമ്മൾ അങ്ങനെ വിശ്വസിക്കാണ് എല്ലാം നടന്നോളും. എല്ലാം നടന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസാധ്യമായത് ഒന്നുമില്ല എന്നുള്ളൊരു കാര്യം. ഈ ഒരു പ്രതീക്ഷയാണ് ഇത്. അതായത് നമ്മൾ അഹങ്കരിക്കല്ല, അത് ഒരു പ്രതീക്ഷയാണുള്ളത്. ഈവൺ നിങ്ങൾക്ക് ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം പല ആൾക്കാരും പറഞ്ഞു ഇതിനൊരു ചാൻസും ഇല്ല എന്ന് വിചാരിക്കുന്ന സമയത്ത് പോലും നിങ്ങൾ വിശ്വസിക്കാണ് എന്ത്? ഹീലിംഗ് ഈസ് പോസിബിൾ അല്ലെ? അതായത് ഈ ഇതിനൊരു ശമനം എന്തായാലും ഇത് മാറിക്കോളും, എന്തായാലും നടക്കും. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളിൽ വരിക വഴി തന്നെ എന്ത് ചെയ്യും? ബോഡിയിൽ ഹീലിംഗ്, അതായത് ഹീലിംഗ് നടക്കുന്നത് കുറച്ചുകൂടെ സ്പീഡ് ആവാൻ വേണ്ടി തുടങ്ങും. കാരണം ഡോക്ടേഴ്സ് നമ്മളെ അടുത്ത് പറയാറുണ്ട്, ആ രോഗിന്റെ അടുത്ത് നിൽക്കുന്ന ബൈസ്റ്റാൻഡർ ആരാണ്, അവരെ മൈൻഡ് സെറ്റിനനുസരിച്ച് പോലെയാണ് രോഗിന്റെ അസുഖത്തിന്റെ കുറവും കൂടുതലും എന്ത് ചെയ്യുക, തീരുമാനിക്കുക. ബൈസ്റ്റാൻഡർ എപ്പോഴും പറയാണെന്ത്? എന്താലേ ഇങ്ങനെ ഒരു അസുഖം വന്നു പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ ഇങ്ങനെ വിഷമിക്കാണ്. രോഗിക്ക് തോന്നും അയ്യോ ഞാൻ വല്ലാത്തൊരവസ്ഥയിലാന്നുള്ളത്. ആ രീതിയിൽ എടുക്കുമ്പോ തന്നെ അവിടെ എന്താണ്? ഹീലിംഗ് അത്രക്ക് സ്പീഡ് ആവില്ല. പകരം കൂടെ നിൽക്കുന്ന ആളെന്നെ മാറിക്കോളൂ കേട്ടോ, അത് അതിന് മാത്രം ഒന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ അതിനൊരു നല്ലൊരു പോസിറ്റീവ് വേല് കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ കുറച്ചും കൂടെ ഈ ആളുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആയിക്കണ്ട് അവിടെ ഒരു തവക്കുൽ, അല്ലെങ്കിൽ ഒരു ഹോപ്പ്, പ്രതീക്ഷ വന്നാണ്ട് അത് ബോഡിയിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങും? പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യാനും ആ ഒരു അസുഖം മാറുന്നതിൽ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങളൊരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. ആ തുടങ്ങുന്ന സമയം തന്നെ ചില ആൾക്കാർ ബിസിനസ്സിനെ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ബിസിനസ് അല്ലേ, കിട്ടിയാ കിട്ടി, പോയാ പോയി, ചിലപ്പോ പൊട്ടും അല്ലെ, കണ്ടറിയാന്നുള്ള രീതിയിൽ. ഈ ഒരു മെന്റൽ സ്റ്റേറ്റോടെ തുടങ്ങുന്ന ആൾക്കാർക്ക് അത് അങ്ങനെ വരാറുള്ളൂ. അവർക്ക് മിക്കവാറും അതിലൊരു പരാജയമാണ് വരിക. കാരണം എന്താ? ബിസിനസ് ആണ്, സ്വാഭാവികമായിട്ടും ചെറിയൊരു ഡൗൺ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഒക്കെ വരും. അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോഴേക്ക് അവര് ആദ്യമേ വിശ്വസിക്കുന്നുണ്ട് എന്ത്? ബിസിനസ് ആണ്, ചിലപ്പോ കിട്ടും ചിലപ്പോ പോവും. അപ്പൊ ആദ്യമേ ഒരു പരാജയം മുന്നിൽ കണ്ട് ഇത് നടക്കൂല എന്നുള്ള ഒരു വിശ്വാസം കീപ്പ് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന ചെറിയൊരു ഡൗൺ സ്റ്റേജ് വന്നാൽ പോലും അവർക്ക് അതിൽ പിന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റൂല. സർവൈവ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ ഗ്രോത്ത് ഉണ്ടാക്കാനോ പറ്റൂല. അവരവിടെ തന്നെ ഉറപ്പിക്കും, അല്ലെങ്കിൽ കൺക്ലൂഡ് ചെയ്യും ഇതിവിടെ തീർന്നു എന്നുള്ളത്. നേരെ മറിച്ചിട്ട് ഇതേ ബിസിനസ് തന്നെ, ഓക്കെ ഞാൻ എന്തായാലും ഇതിലൊരു ഗ്രോത്ത് എനിക്ക് ഉണ്ടാവും, ഇതിൽ ഞാൻ ഏറ്റവും ഹൈ പൊസിഷനിൽ തന്നെ എത്തും എന്നൊക്കെ ആദ്യമേ മനസ്സിലൊരു വിശ്വാസവും ഒരു ഗോളും ഒക്കെ ഉള്ള ഒരാളാണ് ഈ സെയിം ബിസിനസ് തന്നെ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിലൊരു ഡൗൺ ഫേസ് വന്നാലും അയാൾക്ക് അറിയാം ഇത് ഇതിന്റെ ഒരു നോർമൽ ആണ്. ഇതിൽ നിന്ന് ഇനി എങ്ങനെ കയറാൻ എന്ത് ചെയ്യാം എന്നാണ് അയാൾ നോക്കുക. അതിൽ നിന്ന് എടുക്കാനുള്ള പാഠങ്ങൾ, ലെസൺ എടുത്തിട്ട് അതിൽ നിന്ന് കയറിപ്പോവും. അപ്പൊ അതെന്ത് ചെയ്യും? അയാളെ കുറച്ചും കൂടെ ഒരു 10x ഗ്രോത്തിലോട്ട് എത്താൻ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാ.
അപ്പൊ ഇവിടെ നമ്മൾ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ്, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ ഏത് മെന്റൽ സ്റ്റേറ്റിൽ നിന്ന് ചെയ്യുന്നു എന്നതിലാണ് അതിന്റെ കാര്യം. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ന്യൂ ഇയർ ഒക്കെ ആവാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരും ഗോള് കാര്യങ്ങൾ സെറ്റ് ചെയ്യും അല്ലെ. ഗോള് സെറ്റ് ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് അത് വേണം, ഇത് പഠിച്ചെടുക്കണം, ഈ ജോലിക്ക് എത്തണം എന്നൊക്കെ ഗോള് സെറ്റ് ചെയ്യും. പക്ഷെ ഞാൻ എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, നിങ്ങൾ ഗോളൊക്കെ സെറ്റ് ചെയ്യണം, പക്ഷെ ഗോള് സെറ്റ് ചെയ്യുന്നത് ഏത് മെന്റൽ സ്റ്റേറ്റിൽ നിന്നിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതിലാണ് കാര്യം. അത് ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ഒരാളെ ജസ്റ്റ് സങ്കല്പിക്കുക, ചെറുപ്പത്തിലെ ഒരുപാട് പണത്തിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേട്ട് വളർന്ന, നമ്മളൊന്നും എവിടെ എത്താൻ വേണ്ടി പോകുന്നില്ല, നമുക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ, കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാ പോരെ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ ഇത്രേ ഉള്ളൂ അല്ലെ, നമ്മൾക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ എന്ന് ചെറുപ്പത്തിലേ കണ്ടും കേട്ടും വളർന്ന ഒരാള് അയാൾ ഒരു ഗോള് സെറ്റ് ചെയ്യുന്നത് വളരെ ചെറുതായിരിക്കും. കാരണം അയാൾക്ക് അയാളുടെ കുഞ്ഞു ലോകത്തുനിന്ന് കുഞ്ഞു മനസ്സ് വെച്ചിട്ട് വലിയ ആഗ്രഹങ്ങൾ എത്ര ആയാലും വരൂല. കാരണം എന്താ, ആദ്യമേ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട് നമുക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ടുള്ളൂ, ഒരു അളവ് പോലെ എവിടെയോ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവും ആ ഒരു ഫാമിലി സ്റ്റാറ്റസ് വെച്ചിട്ടോ, അല്ലെങ്കിൽ അവര് തന്നെ ഉള്ളിൽ കീപ്പ് ചെയ്യുന്ന വിശ്വാസങ്ങൾ വെച്ചിട്ടോ ഒക്കെ. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് അയാൾ ഡ്രീം ചെയ്യ പോലും ഉള്ളൂ. അതിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഒരു മാസം 10,000 രൂപ കിട്ടുന്ന ഒരു സാലറി എങ്കിലും മതി. കാരണം എന്താ, അയാളെ മനസ്സ് അത്രയും ചെറുതാണ്, അത്രക്കും ലിമിറ്റ് ചെയ്യുന്ന ഒരു വിശ്വാസങ്ങൾ അയാളെ ഉള്ളിലുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് അയാൾക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നേരെ മറിച്ചിട്ട് കുറച്ചും കൂടെ ഒരു വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലി, ഇനിയിപ്പോ വെൽ സെറ്റിൽഡ് എന്ന് ഞാൻ പറയുന്നില്ല, അതായത് നമുക്ക് ഗ്രോത്ത് നടക്കും, ഹീലിംഗ് നടക്കും, ലൈഫിൽ പ്രൊഡക്ടിവിറ്റി എല്ലാം നടക്കും അല്ലെ, നമ്മളും നല്ല ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തും, പണം നമുക്കും വരും. അങ്ങനെ ലൈഫിന്റെ എല്ലാം, ഇവിടെ പണം മാത്രം പറയുന്നില്ല, ലൈഫിന്റെ എല്ലാ ഏരിയകളിലും നമുക്ക് നല്ലൊരു ഗ്രോത്തും ഹാർമണിയും അബണ്ടൻസും ഒക്കെ ഉണ്ടാവുന്ന ഒരു ജീവിതമൊക്കെ കിട്ടും എന്ന് അനുഭവിച്ചറിഞ്ഞ ആൾക്കാരുണ്ടാവൂലേ. അതായത് ഫാമിലി പരമായിട്ട് തന്നെ അവർ ചെറുപ്പത്തിലെ അങ്ങനെ ആയിരിക്കും ജീവിക്കുന്നതും അല്ലെ, അവരുടെ വിശ്വാസങ്ങളെ കീപ്പ് ചെയ്യുന്നതും. അവരെ മനസ്സിൽ നടക്കാത്തതായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, അവര് ശ്രമിക്കും, കിട്ടും, ആ രീതിയിലാവും. അങ്ങനത്തെ ആള് ഗോള് സെറ്റ് ചെയ്യുന്നത് വേറെ രീതിയിലാവും, അവര് കുറച്ചും കൂടെ വലുതാണ് ആഗ്രഹിക്കുക. ഈ പറഞ്ഞ രീതിയിൽ മന്ത്ലി ഒരു 10,000 അല്ല അവരുടെ മൈൻഡിൽ വരിക, അവർക്ക് കുറച്ചുകൂടെ ഒരു 1 CR അച്ചീവ് ചെയ്യണമെന്നോ അല്ലെ, ഒരു മില്യണയറോ ബില്യണയറോ ട്രില്യണയറോ ആ ലെവലിലേക്കാണ് കാര്യങ്ങൾ പോവുക. അപ്പൊ ഗോളൊക്കെ സെറ്റ് ചെയ്യണം. പക്ഷെ അവിടെ പറ്റിപ്പോകുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഉള്ളിലെ നിങ്ങൾ പോലും അറിയാതെ ചെറുപ്പത്തിലോ വളർന്നു വരുന്ന പല സാഹചര്യങ്ങളിലോ അനുഭവങ്ങളിലോ വേദനകളിലൊക്കെ പല നമ്മളെ പിടിച്ചു നിർത്തുന്ന ചില ചങ്ങലകളോ ഇരുമ്പിന്റെ കൂട് പോലെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടാവും. അതിന്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഗോള് സെറ്റ് ചെയ്യുന്നതും ആഗ്രഹിക്കുന്നത് പോലും. അപ്പൊ ഒന്ന് ആലോചിക്കേ, ഈ ഒരു കൂട് പൊട്ടിച്ചെറിഞ്ഞാൽ അല്ലെ, നമ്മളെ പിടിച്ചു നിർത്തുന്ന ഇത്തരം ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞാൽ ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആയിരിക്കില്ല നിങ്ങൾ ആഗ്രഹം. അത് ഇപ്പോ നമുക്ക് തോന്നുകയാണ്, എന്താ, നമ്മളെ ഉള്ളിൽ അറിയാം എനിക്ക് ഇത്രയൊക്കെ കിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് ആഗ്രഹിക്കുന്നത്. നമ്മളെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, നമ്മളെ ഈ ഒരു പാസ്റ്റ് ലൈഫിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ്സും ഒരുപാട് ലിമിറ്റിംഗ് ബിലീഫുകളും ഒരുപാട് ചങ്ങലകളും ഒക്കെ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കത്തെ നമുക്കൊരു സാൽവേഷൻ കിട്ടാന്ന് പറഞ്ഞ പോലെ ശരിക്കത്തെ നമ്മൾ പുറത്തു വരാൻ വേണ്ടി തുടങ്ങും. അപ്പോഴാണ് നമുക്കറിയാം, ഓ ഇതൊക്കെ എനിക്കും ഡിസേർവിങ് ആണല്ലേ, ഇതൊക്കെ എനിക്കും കിട്ടുമല്ലേ, ഞാൻ ഇതിന് മാത്രമൊക്കെ ഉണ്ടല്ലേ. അപ്പോഴാണ് മാസം 10,000 എന്നുള്ളതിന് ഒരു 1 lakh എങ്കിലും ആഗ്രഹിക്കാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുക. അപ്പോഴാണ് ഗോള് അതിനനുസരിച്ചിട്ട് വലുതാവുക. ഇതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്, ചെറുപ്പത്തിലൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളോടൊക്കെ എന്താവണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് പലരും എന്താ പറയാ, അവർക്ക് എന്താണെന്നൊന്നും അറിയില്ലെങ്കിലും കലക്ടർ, ഡോക്ടർ, പൈലറ്റ്, എഞ്ചിനീയർ, IAS അങ്ങനെ പറഞ്ഞു പോകും അല്ലെ. കാരണം അന്നത്തെ അവരുടെ മനസ്സിൽ ലിമിറ്റിംഗ് ബിലീഫുകൾ വല്ലാതെ കയറിയിട്ടുണ്ടാവില്ല. അതായത് ലിമിറ്റിംഗ് ബിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ തന്നെ ചെറുതാക്കുന്ന രീതിയിലുള്ള വിശ്വാസങ്ങളൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രേ പറ്റുള്ളൂ, എനിക്ക് അതിനുള്ള അർഹതയേ ഉള്ളൂ അല്ലെ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊന്നും അവരെ മനസ്സിലുണ്ടാവില്ല. കാരണം ജനിച്ച് പടച്ചവന്റെ അടുത്ത് നിന്ന് വന്ന ന്യൂ ബോൺ ബേബീസ് ആണ്, വളരാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലേ ആയിട്ടുള്ളൂ, മനസ്സ് അത്രയും ശുദ്ധാണ്, അതിൽ വേണ്ടാത്ത വേദനകളോ നെഗറ്റീവ് അനുഭവങ്ങളോ ആരോ പറഞ്ഞു നിനക്ക് ഇത്രേ പറ്റുള്ളൂ അതൊന്നും കയറി കൂടാത്തത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ വലുതിനെ അന്ന് ആഗ്രഹിക്കാൻ വേണ്ടി പറ്റുന്നുള്ളതാ. പ്രധാനമന്ത്രി ആവണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ, ഇതേ മക്കൾ തന്നെ വളർന്ന് കുറച്ചുകൂടെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാല് എന്താവണം ചോദിച്ചു കഴിഞ്ഞാല് അല്ലെ, ഇവരുടെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് 5ാം ക്ലാസ് കഴിഞ്ഞ് 10 കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ഒരു ജോലിയൊക്കെ ചെയ്യുന്ന കാലാവുന്നതിനനുസരിച്ച് എന്താ പറയാ, എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ മതി, നമുക്ക് അന്നന്നത്തെ ദിവസം കഴിഞ്ഞു പോയാൽ മതി എന്നുള്ള ലെവലിലോട്ട് എത്തും.
അപ്പൊ വളരുന്നതിനനുസരിച്ചിട്ട് ഇവരെ മനസ്സ് എവിടക്കോ ചെറുതായി പോയിട്ടുണ്ട്. ഇവരറിയാത്ത ഏതോ ചങ്ങലകളിൽ ഏതോ കൂടിന്റെ ഉള്ളിൽ ഇവര് പെട്ടുപോയിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ഇവരുടെ യഥാർത്ഥ ഇവരെ നഷ്ടപ്പെട്ടതിനെ കൊണ്ട് തന്നെ ആഗ്രഹങ്ങളൊക്കെ ചെറുതായി പോയി, പ്രാർത്ഥനകൾ പോലും ചെറുതായി പോയി. ചെറുപ്പത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര, ഈവൺ എനിക്കൊരു കാര്യം ഓർമ്മയുണ്ട്, നിങ്ങൾക്ക് എത്ര ആൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ജസ്റ്റ് കറണ്ട് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ പ്രാർത്ഥിക്കും, ഞാനിപ്പോ ഇത്ര ഇങ്ങനെ ചെയ്താൽ കറണ്ട് ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അത്രയും വിശ്വാസമായിരുന്നു, നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് ഇല്ലായിരുന്നു, അത് വരും, അത് എന്തായാലും നടക്കും എന്നുള്ളൊരു വിശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉമ്മമാരൊക്കെ ചെറിയ മക്കളോട് ഇല്ലേ, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും, നീ ഒന്ന് പ്രാർത്ഥിക്ക് അങ്കിളിന് ഒരു കാർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയും. അതെന്താ? അല്ലെങ്കിൽ അങ്കിൾ ഒരു നല്ല നിലയ്ക്ക് എത്താൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അതെന്താ അറിയോ, കുട്ടികളെ മനസ്സിൽ അത് ദൈവം നടത്തി തരുമോ, എനിക്കൊക്കെ അപ്പൊ അത് നടക്കുവോ, എനിക്ക് എന്റെ പ്രാർത്ഥനക്കൊക്കെ ഉത്തരം കിട്ടുമോ, ദൈവം പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മുടെ ഡൗട്ട് എന്താ, എനിക്കൊക്കെ അപ്പൊ അത് കിട്ടുമോന്നാ, അല്ലെങ്കിൽ എന്റെ പ്രാർത്ഥനക്കൊക്കെ അത് ഉത്തരം തരുമോന്നാ നമ്മളെ ഡൗട്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് വിശ്വാസം അവിടെ കുറവാണ്. ആ ചോദിക്കുന്ന സമയം തന്നെ പലർക്കും കിട്ടോ കിട്ടൂലേ എന്നുള്ള രീതിയിലാണ്. അതായത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ MA അടുത്തൊക്കെ പോയിട്ട് നിങ്ങളുടെ അടുത്ത് 5 രൂപ ഉണ്ടാവുക ചോദിച്ചാൽ എന്താ ഉണ്ടാവുക, മൂപ്പരെ കൊച്ചാക്കണ പോലെ ഉണ്ടാവും. ഇതുപോലല്ലേ നമ്മൾ പഠിച്ചവന്റെ അടുത്ത് ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കാറുള്ളത്. നമ്മളെ ചില ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞിട്ട്, എനിക്ക് പറ്റുകയാണെങ്കിൽ എനിക്കൊന്നത് ആക്കി തരണം കേട്ടോ, അല്ലെങ്കിൽ അതെനിക്ക് അങ്ങനെ പറയാം. നമുക്കൊരു പൂർണ്ണമായിട്ട് അങ്ങോട്ട് കണ്ട് ഏൽപ്പിക്കാനുള്ള ഒരു വിശ്വാസം നമ്മളെ ഉള്ളിൽ നിന്ന് വരുന്നില്ല. വിശ്വാസം എന്തുകൊണ്ടല്ലാത്തെ, നമ്മൾ അത്ര ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഇത്രക്കെ ഉള്ളൂ, എനിക്കൊക്കെ കിട്ടുമോ എന്നുള്ള രീതിയിലാണ്. ഈ ഒരു ചിന്തകള് ചെറിയ മക്കൾക്ക് ഇല്ല. അതിനെ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവര് എനിക്ക് അതാവണോ ഇതാവണം, പ്രധാനമന്ത്രിയാണോ IAS ആണോ, അങ്ങനെ ആ കാലത്തെ ആഗ്രഹിക്കുന്നതും പറയുന്നതും എന്നുള്ളതാ. അപ്പം അതിനർത്ഥം അവർ ഈ അനാവശ്യമായിട്ടുള്ള പാസ്റ്റിലെ കഴിഞ്ഞു പോയ വേദനകളിലോ ലിമിറ്റിംഗ് ബിലീഫുകളിലോ അല്ല അവരായിട്ട് ഉണ്ടാക്കുന്ന വിശ്വാസക്കുറവുകളിലോ ഒരുപാട് ചങ്ങലകളിലോ ഒന്നും പെട്ടിട്ടില്ല. അതിനെ കൊണ്ടാണ് അവർക്ക് നടക്കും എന്നുള്ള ഉറപ്പോടെ യാതൊരുവിധ പേടിയും ഇല്ലാതെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റുന്നത്. ഞാൻ ഇപ്പൊ അടുത്ത് വൈറലായ ഒരു റീല് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാണ്. അതായത്, പഠിച്ചവനെ എന്റെ ഉമ്മാനെ ഇങ്ങനെ ആക്കണേ, എന്റെ ഉപ്പാനെ ഇങ്ങനെ ആക്കണേ എന്നൊക്കെ. അപ്പൊ എന്തൊരു സിമ്പിൾ ആയിട്ട് നിഷ്കളങ്കായിട്ടാണ് അത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടെ ഉള്ള ഒരു വിശ്വാസം ഉണ്ട് അല്ലെ. നമ്മൾ പറയാറുണ്ട് ചെറിയ മക്കള് പ്രാർത്ഥിച്ചാൽ ഭയങ്കരമായിട്ട് ഉത്തരം കിട്ടുന്നൊക്കെ. അപ്പൊ അതെന്തുകൊണ്ടാ അങ്ങനെ, അതെന്തുകൊണ്ടാ അവരെ മൈൻഡിന് അത്രയും ഇല്ലെ ഫെയ്ത്ത് ആണ്, അല്ലെ അവരുടെ ഒരു ബിലീഫ്, അവരുടെ വിശ്വാസം അത്രയും പവർ ഉണ്ട്. അതിനെ കൊണ്ടാണ് അത്. അതായത് ഫെയ്ത്ത് ക്യാൻ മൂവ് മൗണ്ടെയിൻസ് എന്ന് പറയും. വിശ്വാസത്തിന് എന്തിനേയും അല്ലെ നീക്കാനുള്ള. അപ്പൊ നിങ്ങളൊരു ഒരു വലിയൊരു ഉറച്ച പാറയോട് പറയാണ് നീങ്ങിപ്പോ എന്ന് പറയുമ്പോൾ അതിനെ പോലും നീക്കാനുള്ള പവർ നിങ്ങളുടെ വിശ്വാസത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു മെറ്റഫർ ആയിട്ട് പറയുന്നതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദർ ഈസ് സോ മച്ച് പവർ ഇൻ ബിലീവിംഗ് ദാറ്റ് എവറിത്തിങ് വിൽ വർക്ക് ഔട്ട് എന്നുള്ളത്. നിങ്ങൾ വിശ്വസിക്കാണ് എല്ലാം ശരിയായിക്കോളും. ഞങ്ങൾക്ക് ഒരു കട ഉണ്ട്, അപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണ് എന്ത്, കടം വീടിക്കോളും, എങ്ങനെയാന്ന് നമുക്ക് അറിയില്ല പക്ഷെ വീടിക്കോളും. നിങ്ങൾക്ക് ഒരു രോഗമുണ്ട്, അത് മാറിക്കോളും. അങ്ങനെ ഒരു വിശ്വാസം നിങ്ങൾ കീപ്പ് ചെയ്ത് നോക്ക്, നിങ്ങളെ ലൈഫിൽ ഭയങ്കര ഷിഫ്റ്റ് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ അസുഖങ്ങളിൽ മാറ്റം വരാൻ വേണ്ടി തുടങ്ങും. നിങ്ങൾക്ക് ഒരു പ്രോബ്ലങ്ങളെ മുന്നിൽ വല്ലാതെ നിങ്ങളെ ഇട്ട് അലട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയില്ല അതിനെങ്ങനെ വഴി, പക്ഷെ അതിന് സമയമാകുമ്പോഴേക്കും അത് എത്തിക്കോളും. നമുക്ക് അതിനു വേണ്ടി വർക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കട ഉണ്ടെങ്കിൽ അതിനു വേണ്ടി പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾ പണിക്ക് പോകണം. വീട്ടിൽ ഇരുന്നിട്ട് നടന്നോളും മാത്രം ഇരുന്നാൽ പോരാ, അതിനു വേണ്ടി വർക്ക് ചെയ്യണം. അത് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെന്റൽ സ്റ്റേറ്റ് കീപ്പ് ചെയ്യുക, അതായിക്കോളും എന്നുള്ള ഒരു, അത് ഭയങ്കര പവറാണ്. ഞാനത് വെറുതെ പറയില്ല, നമ്മൾ ഒരുപാട് അത് അനുഭവിച്ചതാണെന്നുള്ളതാ. അങ്ങനെയൊക്കെ നമുക്ക് പറ്റാത്തതും വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കാൻ പറ്റാത്തതും വലിയ ഗോളുകൾ സെറ്റ് ചെയ്യാൻ പറ്റാത്തതും എന്തുകൊണ്ടാ, നമ്മളെ തന്നെ ഉള്ളിലുള്ള നമ്മൾ കാണാത്ത ഏതൊക്കെയോ ചങ്ങലകളിൽ നമ്മൾ കെട്ടിയിടപ്പെട്ടുകയാണെന്നുള്ളതാ. അപ്പൊ അതിനെപ്പോഴും നമ്മളൊരു പറയാറുണ്ട്, ശരിക്കും നടന്നൊരു സംഭവമാണ് കേട്ടോ. ഒരു ഒരു ചെറിയൊരു ജീവിനെ ഒരു പന്നിയാണ് തോന്നുന്നുണ്ട്, അതിനെ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് കാലം അടച്ചിട്ട്. ഓക്കെ, ഒരു റൗണ്ടിലുള്ള കൂട്ടിന്റെ ഉള്ളിൽ ഒരുപാട് കാലം അടച്ചിട്ട്. അപ്പൊ അതിന് ഒരുപാട് കാലം പറഞ്ഞാൽ ശരിക്കും നടന്ന കാര്യം കേട്ടോ, വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ സെൻഡ് ചെയ്ത് തരണ്ട്. സയന്റിസ്റ്റ് ഒക്കെ ഒരുപാട് റിസർച്ച് ചെയ്ത കാര്യം കൂടിയാണ് അത് എന്നുള്ളത്. അപ്പൊ അതിനാകെ അതിന്റെ ലോകം എന്ന് പറയുന്നത് ആ ചെറിയ ഇരുമ്പിന്റെ കൂട് മാത്രമായി. അപ്പൊ അതിൽ ഒരു മുള്ളംപന്നി അങ്ങനെ എന്തോ ആണ്, അത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം ചുറ്റാൻ വേണ്ടി തുടങ്ങി. വർഷങ്ങളോളം അതിന്റെ ജീവിതം എന്ന് പറയുന്നത് ഭക്ഷണം കൂട്ടിന്റെ ഉള്ളിൽ എത്തിച്ചു കൊടുക്കും, അത് കഴിക്കും, കൂട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടം ചുറ്റും, അത് മാത്രമായി. അങ്ങനെ ഒരു 20 വർഷങ്ങൾക്കൊക്കെ ശേഷം, അത്രയും ആയുസ്സുള്ള ഒരു ജീവി കൂടിയാണ്, അതിനെ ആ ഒരു കൂട്ടിൽ നിന്ന് പുറത്താക്കി, കൂടിൽ നിന്നിട്ട് സ്വതന്ത്രരാക്കി പുറത്താക്കി. പക്ഷെ ആ ജീവിക്ക് വേറെ ഒന്നും അറിയില്ല.
അതിങ്ങനെ ആ സെയിം കൂട്ടില് കറങ്ങിയ പോലെ റൗണ്ടിൽ ഇങ്ങനെ കറങ്ങുക. അതൊന്നും നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നില്ല, അതൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താ? അതിന്റെ ഒരു ട്രോമ, അല്ലെങ്കിൽ അത് അത്രയും കാലം ശീലിച്ചത് ഒരു കൂട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റാൻ മാത്രമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് ആവർത്തിച്ചുണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത് വിശ്വസിക്കും, അല്ലെ? ഉദാഹരണത്തിന് നിങ്ങളിപ്പോ ഒരു രണ്ടു മൂന്നാള് പറ്റിച്ച് എന്തെങ്കിലും വിശ്വസിച്ച ആൾക്കാരെ നിങ്ങളെ വഞ്ചിച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അറിയാതെ നമ്മളെ ഉള്ളിൽ ഒരു വിശ്വാസം കടന്നുകൂടൂലേ? എന്ത്? ആൾക്കാരൊന്നും വിശ്വസിക്കാൻ പറ്റൂല, എത്ര നല്ലതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വിശ്വസിക്കാൻ പറ്റൂല എന്നുള്ള രീതിയിലോട്ട് നമ്മൾ അറിയാതെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടും എന്നുള്ളതാ. അതുപോലെ നമുക്കിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ നമ്മൾ പറയാ? ആ കുട്ടികളെ മക്കളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ, എന്താ എപ്പോഴാ പറ്റാന്ന് അറിയൂല എന്ന് പറയും. കാരണം എന്താ? നമുക്ക് ഇടക്കിടക്ക് അങ്ങനെ സംഭവിച്ചപ്പോ നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം രൂപപ്പെട്ടു. അതായത് എന്ത് അനുഭവവും റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസമായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് തന്നെ ഉണ്ടാവണമെന്നില്ല, നിങ്ങൾ നാട്ടിലുള്ള ആർക്കെങ്കിലും ഉണ്ടാവുന്നത് കണ്ടാലും മതി. അതാണ് ഇന്നത്തെ യുവതലമുറയോട് ആൾക്കാർക്ക് ഒരു വേറൊരു മനോഭാവം ഉണ്ട്. അതായത് എന്താ? കുറച്ച് ആൾക്കാർ ഡ്രഗ്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ ആ കുറെ ആളുകൾ നമ്മളിങ്ങനെ പത്രത്തിലും ടിവിയിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ്, നമ്മളെ വീട്ടിലെ കുട്ടീനെയും ഒരു പേടി അറിയാതെ വരാൻ വേണ്ടി തുടങ്ങും. എന്താണ്? ഇന്നത്തെ കുട്ടികളെ ഒന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റൂല, ഇവരെപ്പോഴും അതിലേക്കൊന്നും ചാടുക പറയാൻ പറ്റില്ല. കാരണം എന്താ? നമ്മൾ ആ ഒരു കാറ്റഗറിയിലുള്ള, ആ ഒരു ഏജ് കാറ്റഗറിയിലുള്ള കുറച്ച് ആളുകളെ കണ്ടു, അപ്പൊ അതൊരു വിശ്വാസമായിട്ട് രൂപപ്പെട്ടു. നമ്മളെ കൂടെയുള്ള ആൾക്കാരോട് നമുക്ക് അങ്ങനെ തോന്നുന്നുള്ളതാ. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു ജീവിയുടെ കാര്യത്തിലും. കുറച്ചു കാലം അതിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതിന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൂടിന്റെ ഉള്ളിൽ മാത്രമായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ആ റൗണ്ടിന്റെ ഉള്ളിൽ മാത്രം. അപ്പൊ അത് വിശ്വസിക്കുകയാണ് എന്ത്? ഇതാണ് ജീവിതം. അതിന് വേറൊരു എക്സ്പീരിയൻസ് ലൈഫിൽ നിന്ന് ഉണ്ടായിട്ടില്ല. കൂടിന്റെ ഉള്ളിൽ ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ കൂടിന്റെ ഉള്ളിൽ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം. കൂട്ടിന്റെ ഉള്ളിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്തു, അതുപോലെ തന്നെ ഇത് അതിന്റെ ഉള്ളിലാണ്. ഭക്ഷണം കിട്ടുന്നു, അതിന് വേറെ ഒന്ന് അങ്ങോട്ട് ചെരിയാനോ ഇങ്ങോട്ട് നടക്കാനോ ഒന്നും സ്പേസ് ഇല്ല. ആ കൂട്ടിന്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റുക, അത്രേ ഉള്ളൂ. അപ്പൊ അത് വിചാരിച്ചു പോവാണ് എന്ത്? ഇതാണ് ജീവിതം, എനിക്ക് ഇത്രേ ഉള്ളൂ ജീവിതം, എനിക്ക് ഇത് മാത്രമേ ചെയ്യാനുള്ളൂ, എന്റെ സ്വാതന്ത്ര്യം ഇത്രേ ഉള്ളൂ എന്ന് അതിന്റെ മനസ്സിൽ ഒരു വിശ്വാസം രൂപപ്പെടുകയാണ്. അതിനെ കൊണ്ടാണ് ആ കൂട്ടിൽ നിന്ന് അതിനെ സ്വതന്ത്രം ആക്കിയിട്ട് പോലും നമുക്ക് ചിലപ്പോൾ തോന്നുന്നത്, ഇത്രയും കാലം കൂട്ടിന്റെ ഉള്ളിലല്ലേ, ഇനിയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെട്ടൂടെ, ഇനിയെങ്കിലും ഒന്ന് എങ്ങോട്ടെങ്കിലും പോയിക്കൂടെ എന്നുള്ളത്. പക്ഷെ ഒരിക്കലും പോകാൻ വേണ്ടി പറ്റൂല. കാരണം അവരെ വിശ്വാസം അവരവിടെ തടഞ്ഞു നിർത്തും. അവരുടെ കാലുകൾ കെട്ടിയിടപ്പെട്ടിട്ടില്ല, കൂടടക്കപ്പെട്ടിട്ടില്ല, കൂടൊക്കെ തുറന്ന്. എന്നിട്ടും മനസ്സിലാണ് ശരിക്കത്തെ ചങ്ങലയും, ഞാൻ നേരത്തെ പറഞ്ഞ കൂടില് നമ്മളെ പിടിച്ചു നിർത്തുന്ന എന്തോ ഒരു ഇരുമ്പിന്റെ കൂട്, ഒരു കേജിലാണ് നമ്മളൊക്കെ. അങ്ങനെ ഒരു കേജ് മനസ്സിൽ രൂപപ്പെട്ടതുകൊണ്ട് അത് ഇങ്ങനെ അവിടെ തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാ. ഇനി അത് മാറണമെങ്കിൽ എന്ത് ചെയ്യണം അറിയോ? അതിന്റെ ഉള്ളിൽ വളരെ ആഴത്തിൽ വേര് പോലെ ആയി വന്നിട്ടുണ്ട് എന്ത്? ഇതാണ് എന്റെ ജീവിതം, എനിക്ക് ഇത്രേ പറ്റൂ, എനിക്ക് ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അതിന്റെ ഉള്ളിലായി പോയിട്ടുണ്ട്. അതിനെ മാറ്റിയെടുക്കണം. അത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഈസി അല്ല. എങ്ങനെ മാറ്റാം? ഇത് മാത്രമല്ല ജീവിതം, നിനക്ക് നടക്കാൻ പറ്റും, നിനക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും, നിനക്ക് ഈ കാട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റും. അതൊക്കെ ഒന്നും രണ്ടും മൂന്നും തവണ ചെയ്ത് ചെയ്ത് കാണിച്ച് കൊടുത്ത് 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 അതിന് വിശ്വാസം ആവണം. എന്നാലേ അത് ചെയ്യുള്ളൂ. ഇതുപോലെയാണ് നമ്മൾ മനുഷ്യന്മാര്. ഒന്നോ രണ്ടോ തവണ നമ്മൾ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പരാജയപ്പെട്ടത് കണ്ടാലും പിന്നെ ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കില്ല. നമ്മൾ എന്താ പറയാ? അതൊന്നും നടക്കാൻ വേണ്ടി പോകില്ല, അതൊന്നും നടക്കാൻ വേണ്ടി പോകില്ല, ഞാനൊക്കെ ചെയ്താൽ തെറ്റും, നമ്മളത് ഉറപ്പിക്കുകയാണ്. ശരിക്കും അതെന്താണ്? ഒരു ഇല്യൂഷനാണ്. ഇവിടെ ഈ ഒരു ജീവിയുടെ കാര്യത്തിൽ നമുക്ക് മനസ്സിലായില്ലേ? പുറത്തുനിന്ന് നോക്കിക്കാണും നമുക്ക് മനസ്സിലാവണില്ലേ? അതിന്റെ കൂട്ടിൽ നിന്ന് അതിനെ പുറത്താക്കി, ഇപ്പൊ കൂടില്ല, വേണമെങ്കിൽ നടന്നോ, നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അതിന്റെ മനസ്സ് അങ്ങനെ തോന്നിപ്പിക്കുന്നതിനെ കൊണ്ട് കണ്ണ് കണ്ടിട്ടും കാര്യമില്ല, അതിന് മനസ്സിലാവില്ല. ഇതുപോലെയാണ് നമ്മളെ കാര്യവും. നമ്മൾ ചിലപ്പോ ചില ആഗ്രഹങ്ങളും ചില കാര്യങ്ങളോട്ടും എത്തണമെന്ന് വിചാരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു ചിന്ത വരും, അത് നടക്കാൻ വേണ്ടി പോകുന്നില്ല. കാരണം എനിക്ക് ഇത്ര ആത്മവിശ്വാസം ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത്രേ നടക്കാറുള്ളൂ, ഞാൻ ഇത്രേ ഉള്ളൂ. നമ്മൾ ഭയങ്കര അഭിമാനത്തോടെ അതൊക്കെ പറയാ. എന്ത്? ഞാൻ ഇൻട്രോവേർട്ടാണ്, എനിക്ക് ഇത്ര പറ്റുള്ളൂ, എനിക്ക് കോൺഫിഡൻസ് കുറവാണ്, അല്ലെ? എനിക്ക് ഭയങ്കര പേടിയാണ്, അതങ്ങനെ ആയിപ്പോയി, ഇപ്പൊ ഞാൻ അങ്ങനെ ആവുള്ളൂ, ഇപ്പൊ ഞാൻ അതൊന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. പക്ഷെ അതൊക്കെ മനസ്സ് അതിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഇത്തരം ചങ്ങലകളോ നെഗറ്റീവ് പ്രോഗ്രാംസോ ലിമിറ്റിംഗ് ബിലീഫുകളോ ആണ്. അത് സത്യമാണ് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ലൈഫ് ലോങ് ജീവിക്കുന്നത്. ഈ പറഞ്ഞ ജീവിയെ പോലെ ഇതൊക്കെയാണ് സത്യം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രോഗ്രാമില്ലേ, നെഗറ്റീവായിട്ട് രൂപപ്പെട്ട ആ ഒരു വിശ്വാസം,
അല്ലെ? അതിനെ പൊട്ടിച്ചെറിയുമ്പോഴാണ് നമുക്ക് സാൽവേഷൻ കിട്ടുക, മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞ പോലെ നമ്മളെ കണ്ണ് തുറക്കാം. ഓ, ഇതൊക്കെ ആണോ ജീവിതം, ഇങ്ങനെ കാണോ, അപ്പൊ എനിക്കും പറ്റുമല്ലേ എന്നൊക്കെ അപ്പോഴാണ് തോന്നുക എന്നുള്ളതാ. അപ്പൊ ഇപ്പോ ഈ അവസ്ഥയിൽ ഇപ്പോ നമ്മൾക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരുപാട്, ഞാൻ പറയല്ലേ, മനസ്സിന്റെ ഉള്ളിൽ എനിക്ക് പറ്റുമോ, ഇപ്പൊ ചെറുപ്പത്തില് എപ്പോഴും വീട്ടില് ഒരുപാട് പണം അങ്ങനെ കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരു കുട്ടി ഇങ്ങനെ ചോദിക്കാണ്, ഉമ്മ ഉപ്പ എനിക്ക് ഇത് വാങ്ങി തരുമോ ചോദിക്കുന്ന സമയത്ത് അതിനോട് പറയാണ്, അങ്ങനെ അതും ഇതും ഒന്നും ആഗ്രഹിക്കരുത്, നിനക്കറിയാലോ ഉപ്പാന്റെ കയ്യിൽ ഇത്ര ക്യാഷ് ഉള്ളൂ എന്നുള്ളത്, അപ്പൊ ഇനി അത്ര ഒന്നും ആഗ്രഹിക്കണ്ട, നമുക്ക് ഇത്രയൊക്കെ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കുട്ടിയെ അവിടെ തൽക്കാലത്തേക്ക് അമർത്തിയിട്ടുണ്ടാവും. പക്ഷെ ചെറിയ മക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് രൂപപ്പെട്ട് വരുന്ന കാലാണ്. കുട്ടി അറിയാതെ ഉള്ളിൽ ഈ ഒരു വിശ്വാസമായിട്ടുണ്ടാവും, എന്ത്, അതിന് മാത്രം ആഗ്രഹിക്കൊന്നും വേണ്ട, നമുക്ക് ഇത്രേ പറ്റുള്ളൂ എന്നുള്ളത്. ആ കുട്ടി 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് ജോലിക്കൊക്കെ പോണ കാലം എത്തി കഴിഞ്ഞാലും ആ കുട്ടിക്ക് ഒരു പരിധിയിലപ്പുറം ആഗ്രഹിക്കാൻ പറ്റില്ല. കാരണം എന്താ, ചെറുപ്പത്തിലെ ഉള്ളിൽ കയറിപ്പോയി നമുക്ക് ഇത്രയേ പറ്റുള്ളൂ. അപ്പൊ അതിനെ ഉള്ളിൽ പോയി, മനസ്സിന്റെ ഉള്ളിൽ പോയി റീപ്രോഗ്രാമിംഗ് ചെയ്ത്, അല്ലെങ്കിൽ ആ ലിമിറ്റിംഗ് ബിലീഫിനെ, അല്ലെ, ആ ചങ്ങലകളെ പൊട്ടിച്ചെറിയുന്ന സമയത്താണ് അതിലും വലുത് ആഗ്രഹിക്കാൻ വേണ്ടി പറ്റുക. ഞാൻ ചുരുക്കി പറഞ്ഞത്, നമുക്ക് ആർക്കും ഇപ്പോഴും അറിയില്ല ശരിക്കത്തെ നമ്മൾ ആരാന്നുള്ളത്. നമ്മൾ പറയണ്ടല്ലോ ഇതാണ് ഞാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് നമ്മൾ ശരിക്കും നമ്മൾ ആവണമെന്നില്ല. അതായത് ഈ അനുഭവങ്ങൾ കൊണ്ടും ഈ ട്രോമാസ് കൊണ്ടും ഇതിനെ കൊണ്ടും ആയി തീർന്നൊരു നമ്മളായിരിക്കും. അതായത് ഇത്രേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച. ആനയുടെ ഒരു കാര്യം പറയാറുണ്ട്. അതായത് ചെറുപ്പത്തില് ഈ ആനക്കുട്ടിയെ പൂരപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത് ഓടിപ്പോകും എന്ന് വിചാരിച്ചിട്ട് അതിന്റെ കാലിൽ ചങ്ങല ഇടും. ഓക്കെ, അപ്പം അറിയാലോ ആനക്കുട്ടിയാണ്, അതിങ്ങനെ തുള്ളി കഴിച്ച് നടക്കുന്ന ഒരു പ്രായമല്ലേ. അപ്പൊ എന്താ ചെയ്യാ, ആ ചങ്ങലനെ കാലിൽ നിന്ന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നോക്കും. ഒന്നോ രണ്ടോ തവണ അത് പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പറ്റൂല. കാരണം ഇതിന്റെ കാലിനേക്കാൾ, ചെറിയ ആനക്കുട്ടിയുടെ കാലിനേക്കാൾ ശക്തി ചങ്ങലക്ക് ഉണ്ട്. അതുകൊണ്ട് ഇത് പറ്റൂല. അപ്പൊ എന്ത് ചെയ്യും, കാലില് മുറിവാവും. അങ്ങനെ കുറച്ച് ടൈം മുറിവാകും. അതിന് വേദന എടുക്കാൻ തുടങ്ങുമ്പോൾ അതിന് മനസ്സിലാവുന്നത്, ഇനി ഞാൻ ഈ ചങ്ങല വലിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ എന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് എന്റെ കാലില് മുറിവായിട്ട് മാറാനേ പറ്റത്തുള്ളൂ. അപ്പൊ എന്താണ്, നമുക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ ആരെയും ചെയ്യോ, ഇല്ല. അടങ്ങിയിരുന്നാലും കുഴപ്പമില്ല അല്ലെ. അപ്പൊ അതിനെ കൊണ്ടാണ് അതെന്ത് ചെയ്യണത്, കുറച്ചു ദിവസമൊക്കെ പൊട്ടിക്കാൻ വേണ്ടി നോക്കും. പിന്നെ വേദനയായി കാലില് വ്രണായിട്ട് മാറുമ്പം അത് അവിടെ നിർത്തും. അത് സ്ഥിരമായിട്ട് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങും, ഇതാണ് എന്റെ വിധി, എന്നെ ചങ്ങലയിൽ നിർത്തിയിട്ടുള്ളതാണ്, എനിക്ക് അങ്ങനെ നടന്നു പോകാനൊന്നും ഇനി പറ്റൂല, അത് ഉറച്ച് വിശ്വസിക്കാൻ വേണ്ടി തുടങ്ങും. അതുകൊണ്ടാണ് ആന എത്ര വലുതായാലും, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും, എത്ര ഭാരങ്ങൾ പൊക്കിയാലും, ആന എത്ര വലുതായാലും അതിന്റെ കാലിൽ ചെറിയൊരു ചങ്ങല ഉണ്ടാവുള്ളൂ. വലിയ ആന ആയാൽ അതിന്റെ കാലിൽ ചെറിയ ചങ്ങലല്ലേ ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ച് അതിനെ പൊട്ടിക്കാം, പക്ഷെ അത് പൊട്ടിക്കൂല. പൊട്ടിക്കാൻ ട്രൈ ചെയ്യ പോലും ഇല്ല. കാരണം എന്താ, അത് ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്, എന്ത്, എനിക്കിനി ഇങ്ങനെ നടക്കുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള ജീവജാലങ്ങളെ പോലെ കാട്ടിൽ ഓടി നടക്കാനോ ഒന്നും എനിക്കിനി പറ്റൂല. ഞാൻ ഇനി ഈ എന്റെ യജമാനൻ നിർത്തിയിടത്ത് നിർത്തുക, അവര് വലിച്ചോണ്ട് പോകുമ്പം അവര് കൊണ്ടുപോകുന്ന സമയത്ത് പോവുക എന്നത് മാത്രമാണ് എന്റെ ജീവിതം, ഇത്ര സ്വാതന്ത്ര്യം എനിക്കുള്ളൂ എന്ന് ജീവിതകാലം മൊത്തം വിശ്വസിച്ചിട്ടാണ് ആന ജീവിക്കുന്നത്. അപ്പം അത് ചെറുപ്പത്തിലെ ഒറ്റ ഒരു അനുഭവ. ഓക്കെ, അപ്പൊ ആ ഒരു ആനന്റെ കാര്യം ഇതാണെന്നുണ്ടെങ്കിൽ, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവിതത്തില് മിനിമം ഏറ്റവും ചുരുങ്ങിയത് 60,000-ഓളം ഇത്തരം കാര്യങ്ങൾ ഉണ്ടെന്നാ പറയണത്. ഏറ്റവും ചുരുങ്ങിയത് 60,000-ഓളം ഒരൊറ്റ കാര്യമാണ് ആനനെ ഇങ്ങനെ നിർത്തുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളെ ഇത്തരം 60,000-ഓളം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അത്തരം കൂടുകൾ, അത്തരം ചങ്ങലകളാണ് നമ്മളെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഗോളൊക്കെ സെറ്റ് ചെയ്യണം, ന്യൂ ഇയർ വരുമ്പോൾ അതിനു വേണ്ടിയൊക്കെ വർക്കൗട്ട് ചെയ്യണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ ഇടുങ്ങിയ, ഞാൻ ഇത്രേ ഉള്ളൂ എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഗോളും, എന്ന് വിചാരിച്ച് ആഗ്രഹിക്കുന്നതും ശരിക്കും നിങ്ങളെ മനസ്സിലായിട്ട്, ഓ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ആനക്ക് ചങ്ങലന്റെ പറഞ്ഞ പോലെ അത്തരം ലിമിറ്റിംഗ് ബിലീഫ് ആയിരുന്നല്ലേ, ആരോ എൻ്റെ അടുത്ത് പറഞ്ഞതിനെ കൊണ്ട് ഞാൻ അറിയാതെ വിശ്വസിച്ച് പോയതാണല്ലേ, എന്റെ ഏതോ ഒരു ഇല്ലേ, മുന്നേ ഒരുപാട് തവണ നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, അതിൽ നിന്ന് വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശ്രമിക്കുക പോലുമില്ല. കാരണം എന്താ, ആദ്യത്തെ വേദന നമ്മളെ ഓർമ്മിപ്പിക്കും, മോളെ മോനെ ശ്രമിക്കണ്ടാട്ടോ, അതിലും പരാജയപ്പെടും, ഇനി ആ വഴിക്ക് പോണ്ട എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ പുതുതായിട്ട് ഒരു കാര്യം ചെയ്യൂല, നമ്മൾ ഇങ്ങനെ കംഫർട്ടായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനത്തെ ചങ്ങലകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെ പൊട്ടിച്ചതിന് ശേഷം, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളും സെറ്റ് ചെയ്യുന്ന ഗോളുകളുടെയും വലിപ്പം വളരെ വലുതായിരിക്കും.
ഇപ്പം ഞാനിങ്ങനെ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. നമ്മളിപ്പം എങ്ങോട്ടേലും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ ഈ കൊച്ചി ആ ഒരു ഏരിയയിലൊക്കെ മെട്രോന്റെ ആ ഒരു പാലത്തിന്റെ താഴെ ഒക്കെ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ തെരുവിൽ നടക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളൊക്കെ കാണാറില്ലേ. അവരുടെ കയ്യിൽ കുഞ്ഞു പിഞ്ചു മക്കളുണ്ടാവും. അതായത് ഇപ്പൊ ജനിച്ചിട്ടുണ്ടാവുള്ളൂ, അതിന് മാത്രം ഡേ ആയിട്ടുണ്ടാവില്ല അല്ലെ. അപ്പൊ ആ ഒരു കുഞ്ഞ് ആ ഒരു അത്രയും പ്യുവർ ആയിട്ടുള്ള ദൈവത്തിന്റെ അടുത്ത് നിന്ന് എല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേയിലൂടെയാണ് ജനിച്ചു വീഴുന്നത്. അപ്പൊ ആ ഒരു കുഞ്ഞ് ആരുടെ കയ്യിലോട്ടാണോ എത്തിപ്പെട്ടത്, ഏത് സാഹചര്യത്തിലാണോ അവിടെ വളരുന്നത്, അല്ലെ തെരുവിലായിരിക്കാം, ശരിക്കും ഉറങ്ങാനില്ലേ വെയിലത്തായിരിക്കും ആ കുഞ്ഞുമക്കള് ഇല്ലെ കിടക്കുന്നുണ്ടാവുക. വാഹനങ്ങളുടെ ശബ്ദങ്ങളായിരിക്കാം. അവർക്ക് കറക്റ്റിന് ഹൈജീൻ ഇല്ലേ പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടണമെന്നില്ല. ആ ഒരു രീതിയിലാണ് ഒരു കുഞ്ഞിന്റെ ഒന്നാമത്തെ ദിവസം അവിടെ തുടങ്ങുന്നത്. അപ്പൊ അന്ന് മുതൽ ആ കുഞ്ഞ് അതിനെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഉള്ളിൽ മനസ്സിൽ രൂപപ്പെടുന്ന വിശ്വാസങ്ങളുണ്ട്. എന്ത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനാണ്. അവരെ വീടിനെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അവരെ വീട് എന്ന് പറഞ്ഞാൽ റോഡായിരിക്കാം, അവരെ തണല് എന്ന് പറഞ്ഞാൽ വെയിലായിരിക്കാം, അവരെ ന്യൂട്രീഷ്യസ് ഫുഡ് അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം ജീവിതത്തിനെ കുറിച്ചിട്ടും അവരെ കുറിച്ചിട്ടും അവർക്ക് ഉണ്ടാവുന്ന ഒരു വിലയിരുത്തൽ ഉണ്ടാവും. ഞാൻ ഇത്ര ഉള്ളൂ, ഇതാണ് ഞാൻ. അപ്പൊ അവർ അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വളരെ ചെറുതായിരിക്കും. ചിലപ്പോ വഴിയിലൂടെ പോകുന്ന ആളുകളിൽ നിന്ന് ഒരു മിഠായി മാത്രമേ അവർക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അവർക്ക് ആ ഒരു അവസ്ഥയിൽ നിന്നിട്ട്, ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന്, ആ ഒരു മെന്റൽ സ്റ്റേറ്റിൽ നിന്ന്, അവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന വിശ്വാസങ്ങളിൽ നിന്ന്, രൂപപ്പെട്ട വിശ്വാസങ്ങളിൽ നിന്ന് ഒരിക്കലും പെട്ടെന്ന് എനിക്കൊരു IAS ആവണം എന്ന് ഒരിക്കലും പെട്ടെന്ന് ചിന്ത അവരുടെ ഉള്ളിൽ വരൂല. പക്ഷെ അത് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഏതെന്ന് പറയോ? അതായത് കുറച്ചും കൂടെ അത് വളരെ റെയറാണ്. കൂടുതൽ ആൾക്കാർക്കും അത് വരാറില്ല. കുറച്ചും കൂടെ ഒരു IQ കൂടുതലുള്ളവരോ എവിടോ ഒരു ഹൈ മൈൻഡ് സെറ്റ് ഉള്ളവരോ എങ്ങനെ ആവാം ഓക്കെ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇൻസ്പയർഡ് ആവും. റോഡിലൂടെ വലിയ കാറുകളിൽ പോകുന്നവരോ ചില പ്രധാനമന്ത്രിമാരൊക്കെ നോക്കി കാണുമ്പോൾ എന്റെ ജീവിതം ഇപ്പൊ ഇങ്ങനാണ്, എന്തുകൊണ്ട് എനിക്ക് അങ്ങനെ ആയിക്കൂടാ എന്നുള്ളൊരു ചിന്ത വന്നതിനെ കൊണ്ട് മാറ്റി ചിന്തിച്ച് അതിനായിട്ട് പ്രവർത്തിച്ച് ആ ഒരു കുടുംബ തലമുറ പാരമ്പര്യം തന്നെ മാറ്റിമറിക്കുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ അത് വളരെ റയറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് എത്ര പേരെ നമ്മൾ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവര് തലമുറകളായിട്ട് അങ്ങനെ തന്നെ തുടർന്ന് പോകുന്നുള്ളതാ. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ മുകേഷ് അംബാനിന്റെ ഫാമിലിനെ പല ആൾക്കാരും പറയാറുണ്ട്. അത്രയും റിച്ച് ആയിട്ടുള്ള ആൾക്കാരുടെ ഫാമിലിയിൽ ഇതേ ദിവസം തന്നെ ഈ ജനിച്ചു വീണ കുട്ടി അവിടാണ് ജനിച്ചു വീണത് എന്നുണ്ടെങ്കിൽ ജീവിതത്തിനെ കുറിച്ചിട്ടും അവനെ കുറിച്ചിട്ടും അവനുണ്ടാവുന്ന വിശ്വാസങ്ങളും അവരുടെ വിലയും വേറെ തന്നെ ആയിരിക്കും. അവർക്ക് ഉണ്ടാവുന്ന കോൺഫിഡൻസ് വേറെ തന്നെ ആയിരിക്കും. അവരൊരിക്കലും ഒരു മാസം 10,000 രൂപക്ക് പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരനാവണമെന്ന് സ്വപ്നം കാണൂല. അവരുടെ ചിന്തകളിൽ പോലും അത് വരില്ല. അവർക്കത് ഏറ്റവും ഹൈ ലെവലിലായിരിക്കും അത് വരിക. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മളെ മനസ്സിന്റെ ഉള്ളില് എന്ത് വിശ്വാസങ്ങളാണ് ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ ഗോളുകളും വരെ വരിക എന്നുള്ളത്. അപ്പൊ നമ്മൾ ഗോള് സെറ്റ് ചെയ്ത് ചെറിയ ഗോളുകളിൽ ഇങ്ങനെ ഒതുങ്ങി പോവാൻ നിൽക്കാതെ, ഞാൻ പറഞ്ഞല്ലോ മന്ത്ലി നിങ്ങളൊരു 10,000 ആണ് ആഗ്രഹിക്കുന്നത് നിൽക്കുക. നിങ്ങൾക്ക് ഒരു 10 മാസം കൊണ്ടാണ് 1 lakh എത്താൻ വേണ്ടി പറ്റുക. പകരം നിങ്ങളെ ഉള്ളിലുള്ള ഇത്തരം ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യാൻ നിങ്ങൾ റെഡി ആണെന്നെങ്കിൽ, നിങ്ങളുടെ ഉള്ളിലുള്ള ഇത്തരം നെഗറ്റീവ്സിനെ ക്ലെൻസ് ചെയ്ത് അതിനൊക്കെ ആ ചങ്ങലകളൊക്കെ പൊട്ടിച്ചിട്ട് നിങ്ങൾ പുറത്ത് വരാൻ റെഡി ആണെങ്കിൽ ഇതേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാനത്ത് മന്ത്ലി ഒരു 1 lakho 10 lakho വരെ നിങ്ങൾക്ക് മന്ത്ലി നിങ്ങൾക്ക് ഡ്രീം ചെയ്യാം, അതിലോട്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഹ്യൂമൻ മൈൻഡിന് അത്രയും പൊട്ടൻഷ്യൽ ഉണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞിട്ടൊന്നുമല്ല ഇവിടെ എത്തിപ്പെടുന്നത്. പിന്നീട് ആക്ഷൻസും കാര്യങ്ങളും എടുത്ത് അവർ അവരെ തന്നെ സെൽഫിൽ വർക്ക് ചെയ്തിട്ടൊക്കെയാണ് എത്തുന്നത്. അപ്പൊ മന്ത്ലി ഒരു 10,000 ഡ്രീം ചെയ്യുന്ന ഒരാള് മന്ത്ലി ഒരു 10 lakh എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു 10 month കൊണ്ട് ഏത് ലെവലിലേക്ക് എത്താൻ പറ്റും എന്ന് ആഗ്രഹിച്ചു. അപ്പൊ ആ ഒരു ഡിഫറൻസ് നമ്മളെ ലൈഫിലും നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നതാ. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ വളരെ കുറഞ്ഞതാണ്, എനിക്ക് കുറഞ്ഞത് മാത്രമേ കിട്ടുള്ളൂ, എനിക്ക് ദൈവം ഇത്രേ വിധിച്ചിട്ടുള്ളൂ എന്ന് നമ്മളാണ് പലപ്പോഴും ഏറ്റവും കൂടുതൽ ചിന്തിച്ചു പോവാറുള്ളത്. കാരണം ഇവിടെ സൺലൈറ്റിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്. സൂര്യപ്രകാശം എല്ലാവർക്കും ഒരുപോലെ വിഹിതം വെച്ച് തന്നിട്ടുണ്ട്. വെള്ളം എല്ലാവർക്കും ഒരുപോലെ വിഹിതം വെച്ച് തന്നിട്ടുണ്ട്. ഇവിടെയുള്ള വായു അല്ലെ, പണക്കാരന് ഇത്ര, പാവപ്പെട്ടവന് ഇത്ര, അങ്ങനെയൊന്നുമില്ല. എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഇവിടെ വിഹിതം വെച്ച് തന്നിട്ടുണ്ട്. മരങ്ങള്, അവരുടെ തണല് എല്ലാം. അതുപോലെയാണ് നമ്മുടെ മനസ്സും ചിന്തകളും. എല്ലാ മനുഷ്യന്മാർക്കും ഹൈ പൊട്ടൻഷ്യൽ ഉള്ള മനസ്സും ചിന്തകളുമാണ് തന്നിട്ടുള്ളത്. എനിക്ക് മാത്രം കുറച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് മാത്രം കുറച്ച് ഇങ്ങനെ, ബാക്കിയുള്ളവർക്ക് കുറച്ചുകൂടെ പവറുള്ള മനസ്സുമല്ല. എല്ലാവർക്കും ഹൈ പവറുള്ള മനസ്സാണ് തന്നിട്ടുള്ളത്. അത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയാത്തതാണ് ആൾക്കാരുടെ പ്രശ്നം. ലോകത്തിലുള്ള 1% ആൾക്കാരുണ്ട്, അവർക്കാണ് അത് ഏറ്റവും കൂടുതൽ അറിയാം. അതായത് അവരുടെ മനസ്സിന്റെ പവറും പൊട്ടൻഷ്യലും യൂസ് ചെയ്തിട്ട് വേൾഡിനെ ലീഡ് ചെയ്യുന്ന തലങ്ങളിൽ എത്തുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അതിനുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ, ഈ ലോകം ഭരിക്കുന്നത് 1% മാത്രമുള്ള ആൾക്കാരാണ്. അതായത് അത്രയും ഹൈ ലെവലിലുള്ള ടീംസ് ആണ്.
അവരാണ് ഇതിനെ ലീഡ് ചെയ്യുന്നത്. അതിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ ബാക്കിയുള്ള 99% ആൾക്കാരും. അപ്പൊ ആ 1% ആൾക്കാരുടെ പ്രത്യേകത എന്താ? അവരെ തന്നെ മനസ്സിന്റെ ഉള്ളിലെ ചങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് യഥാർത്ഥ അവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് ഉയരങ്ങളിലോട്ട് പോകുന്ന ആൾക്കാരെന്നുള്ളതാ. അപ്പം നമ്മളൊരിക്കലും നമ്മളെ ചെറുതാക്കി കാണാതിരിക്കുക. ചെറുതാക്കി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പാസ്റ്റ് നെഗറ്റീവ് അനുഭവങ്ങളുടെയോ ലിമിറ്റിംഗ് ബിലീഫുകളുടെയോ നമ്മുടെ ജീവിത സാഹചര്യം പണ്ട് നെഗറ്റീവ് ആണെന്ന് വെച്ച് അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്നാ നഷ്ടമുള്ളത്? ഈവൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും നമുക്കൊരു വലുത് ചോദിക്കാൻ പല ആൾക്കാർക്കും പേടിയായിരിക്കും. നമ്മുടെ പ്രാർത്ഥനയുടെ ലെവല് പോലും ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും. നമ്മളെ മനസ്സ് ചെറുതാണെങ്കിൽ പ്രാർത്ഥനയെ അത്രേ എത്തുള്ളൂ. മനസ്സ് വിശാലമാകുമ്പോഴല്ലേ വലുത് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവുക, അല്ലേ? അപ്പൊ ഇവിടെ ആ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലിമിറ്റ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ കേജിന്, അല്ലെ, ബ്രേക്ക് ദ ഇന്നർ കേജ് ആൻഡ് ഫ്ലൈ ഹൈ. ആ ഒരു ഉള്ളിലാണ് കൂടുള്ളത്, അല്ലെങ്കിൽ ഉള്ളിലാണ് ആ ഒരു ചങ്ങലുള്ളത്. അതിനെ പൊട്ടിച്ചെറിയുമ്പോഴാണ് ഇത് ഉയരത്തിലോട്ട് പറക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത്. ഇപ്പൊ നമുക്ക് തോന്നുന്ന പല ലിമിറ്റേഷൻസ് പോലെ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല, എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റൂല, അങ്ങനത്തെ നമ്മളെ കുറവുകളായിട്ട് നമ്മൾ തോന്നുന്നില്ലേ? അത് ജനിക്കുമ്പോഴേ ഉണ്ടായതല്ല. നമ്മൾ ഏതൊക്കെയോ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജനിച്ചു വളർന്ന ജീവിത സാഹചര്യവും നമുക്കുണ്ടായ അനുഭവങ്ങളും നമ്മളോട് ആരൊക്കെയോ പറഞ്ഞ വാക്കുകളും നമ്മൾ നമ്മളെ പറ്റി വിചാരിച്ചു വെച്ചതും ഇതിന്റെ എല്ലാത്തിന്റെയും ഒരു മൊത്തത്തിലുള്ള രൂപമാണ് ഇന്ന് കാണുന്നത് നമ്മൾ. അപ്പൊ അതിനെ ആ ഒരു ഇന്നർ കേജിലുള്ള ആ ഒരു ഉള്ളിലെ കേജിലുള്ള ആ ഒരു ലിമിറ്റേഷൻസിനെ നിങ്ങൾ ബ്രേക്ക് ചെയ്യാൻ റീപ്രോഗ്രാമിംഗ് ചെയ്യാനൊക്കെ റെഡി ആണെങ്കിൽ നിങ്ങൾക്കും ഉയരത്തിലോട്ട് പറക്കാൻ വേണ്ടി പറ്റും. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. ഈവൻ പ്രാർത്ഥിക്കാൻ പോലും അപ്പോഴേ നമുക്ക് വലിയ ധൈര്യം വരാം. ഞാൻ പറഞ്ഞാൽ ഇത് എന്തോ പുതുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ചെറുപ്പത്തിൽ എല്ലാവരും ഇങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അസാധ്യമായത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. നമ്മൾ മഴ പെയ്യണേ എന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നേരത്തെ ഞാൻ കറണ്ട് വരണം എന്ന് പറഞ്ഞ പോലെ തന്നെ അങ്ങനത്തെ നമുക്ക് അങ്ങനെ ഇതൊക്കെ ഇപ്പൊ നടത്തി തരുമോ, ഇതൊക്കെ കിട്ടുമോ, അങ്ങനെയൊന്നും കുട്ടികളെ ചിന്തിക്കാറില്ല. അവരവർക്ക് വേണ്ടതൊക്കെ ചോദിക്കും. അവർക്ക് അപാര കോൺഫിഡൻസ് ആയിരിക്കും അത് കിട്ടും എന്നുള്ളത്. അപ്പൊ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ എന്ത്, ദർ ഈസ് സോ മച്ച് പവർ ഇൻ ഡൂയിങ് ദാറ്റ് എവറിത്തിങ് വിൽ വർക്ക് ഔട്ട്. അത് ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള ഒരു മെന്റൽ സ്റ്റേറ്റാ. ഇനി നിങ്ങൾ നിങ്ങളെ ലൈഫിൽ കീപ്പ് ചെയ്ത് നോക്കൂ, അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാ. ഓക്കെ. അപ്പോൾ ഇൻഷാല്ല നമ്മൾ ഈ ഒരു ഡിസംബറിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഡിസംബർ ലാസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്ക് നമുക്ക് നമ്മളെ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്, ജനുവരിയുടെ മുന്നേ. ഓക്കെ. അപ്പൊ ആ ഒരു ഗോള് ഇപ്പോ ഞാൻ നിങ്ങളെ കൊണ്ട് ഗോള് സെറ്റ് ചെയ്യിച്ചാൽ നിങ്ങൾ ഇപ്പോ ചിന്തിക്കുന്ന വളരെ ലിമിറ്റിംഗ് ചിന്താരീതികളും, അല്ലെ എനിക്ക് ഇത്രേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ച ആള് നേരത്തെ പറഞ്ഞല്ലോ ഒരു മിഠായി മാത്രമേ ആഗ്രഹിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഒരു മന്ത്ലി 10,000, ഇനി അതോ ഒരു 300 രൂപെങ്കിലും മന്ത്ലി കിട്ടണം എന്ന് ആഗ്രഹിക്കുക. ശരിക്കും നമ്മൾ അതിനുള്ളവരല്ല, നമ്മൾ അതിനേക്കാളും അർഹിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെല്ലാവരും അതിനേക്കാളും അർഹിക്കുന്നുണ്ട്. നമ്മളാണ് പലപ്പോഴും എന്ത് ചെയ്യണത്, നമ്മളെ കുറഞ്ഞു കാണുന്നത്. അപ്പൊ ഇപ്പോ തന്നെ ഞാൻ ഗോൾ സെറ്റ് ചെയ്യണ പറഞ്ഞു തന്നാല് നിങ്ങൾ ഇപ്പോ നിൽക്കുന്ന മെന്റൽ സ്റ്റേറ്റിൽ നിന്നിട്ടാണ് നിങ്ങൾ ആഗ്രഹങ്ങൾ പോലും വരിക, നിങ്ങൾ ഗോൾ പോലും വരിക. അത് വളരെ കുറഞ്ഞതായിരിക്കും. പക്ഷെ ഇതിനൊക്കെ ഒന്ന് പൊടി തട്ടിയെടുത്ത് നിങ്ങൾ അറ്റ്ലീസ്റ്റ് അവെയർ ആയില്ലെങ്കിലും മതി ഫസ്റ്റ്. അതായത് നമ്മൾ നമ്മളിൽ വർക്ക് ചെയ്തിട്ട് റീപ്രോഗ്രാമിംഗ് ചെയ്ത് നിങ്ങൾ അത് ചെയ്യണം എന്നുള്ളതിനെക്കാളും എനിക്കൊരു ബോധ്യം വന്നെന്ത്, എനിക്ക് ഇപ്പോ വണ്ടി ഓടിക്കാൻ പേടി, മുന്നേ ഞാൻ ആരോ അപകടം കണ്ടപ്പോ വിചാരിച്ചു പോയി എനിക്കും അത് പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത ഉള്ളതിനെ കൊണ്ടാണ് എനിക്ക് വണ്ടി ഓടിക്കാൻ പേടി. അങ്ങനെ നിങ്ങൾക്ക് എന്താണെന്നുള്ള നിങ്ങളെ ഒരു ബോധം കിട്ടിയാൽ മതി. ബോധ്യപ്പെടാൻ അറിയില്ലേ, ഇതാണ് എന്റെ കാരണം എന്ന് അത്യാവശ്യം കിട്ടിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ പേടി. പക്ഷെ നമ്മളൊന്ന് പോയിട്ട് അത് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ പേടി അറിയാതെ ബ്രേക്ക് ആയി പോയിട്ടുണ്ടാവും. കാരണം നമുക്ക് ബോധ്യപ്പെടുന്നത്, അല്ലെ, ഇത് നടക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ബോധ്യപ്പെടും. അപ്പൊ ആ ഒരു എല്ലാം നമ്മൾ വിശ്വസിച്ച് പോകരുത്. എന്ത് ഇതാ ഇത്രയേ ഉള്ളൂ ഞാൻ എന്നുള്ളത് നമ്മൾ വിശ്വസിച്ച് പോകുന്ന കാര്യങ്ങൾ പലപ്പോഴും ഇല്യൂഷൻ ആയിരിക്കും, മായയായിരിക്കും. ഞാൻ നേരത്തെ ഒരു ജീവിയുടെ കാര്യം പറഞ്ഞില്ലേ, അതിന്റെ വിചാരം ആ കൂട് മാത്രമേ അതിന്റെ ലോകമുള്ളൂ എന്നാ. കൂടെ എടുത്ത് മാറ്റപ്പെട്ടിട്ടും അത് വിശ്വസിച്ച് അതിലിങ്ങനെ പോയി കൂടിയില്ല, എന്നിട്ട് ആ സെയിം സ്ഥലത്ത് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുക. അതുപോലെയാണ് നമ്മൾ പലപ്പോഴും പണ്ടാരോ നമ്മളെ പറ്റിച്ചിട്ടുണ്ടാവും എന്ന് വെച്ചിട്ട് ഇപ്പോഴും ഒരു മനുഷ്യരെ വിശ്വസിക്കാതെ നടക്കുന്നുണ്ടാവും. അങ്ങനെയല്ല, അത് ഏതൊക്കെയോ ഉള്ളിൽ പറഞ്ഞ ഇത്തരം എന്താ പറയുക ചങ്ങലകളോ ഒരു കേജ് എന്ന് പറഞ്ഞില്ലേ, ഇന്നർ കേജ് ഒക്കെ ആണ് അങ്ങനെ നമ്മൾ ആക്കി തീർക്കുന്നത് എന്നുള്ളത്. അപ്പം ഈ ഒരു അവയർനെസ് നിങ്ങളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു മന്തിലെ ഫസ്റ്റ് സെഷന്റെ നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഇത് ഇത്രേ ഉള്ളൂ എന്ന് വിശ്വസിക്കരുത് ഒരിക്കലും. കാരണം നമ്മൾ ഇത്രയല്ല, നമ്മളെ ഏതൊക്കെ അനുഭവങ്ങളാണ് നമ്മൾ അങ്ങനെ തോന്നിക്കുന്നത്. ഞാൻ ഇത്രേ ഉള്ളൂ വിചാരിച്ചാൽ നിങ്ങൾ ആഗ്രഹങ്ങൾ കുറഞ്ഞു പോകും, നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോളുകൾ കുറഞ്ഞു പോകും, നിങ്ങളെ പ്രാർത്ഥനയുടെ ചോദിക്കുന്ന കാര്യങ്ങളുടെ വലിപ്പം പോലും കുറഞ്ഞു പോകും എന്നുള്ളതാണ്.
ഓക്കെ, അപ്പൊ ഈ ഒരു അവയർനെസ്സിലോട്ട് നിങ്ങൾ എത്തി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ അടുത്ത സെഷനിൽ ഇൻഷാല്ല ഞാൻ അതിന്റെ ഡേറ്റ് അറിയിക്കും. മോസ്റ്റ്ലി അടുത്ത 16-ാം തീയതി ആയിരിക്കും ചാൻസ് ഉണ്ടാവുക. ഞാൻ എന്തായാലും അറിയിക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു മന്തിന്റെ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നമ്മൾ കുറച്ചും കൂടെ ഒരു ലെവലിൽ എത്തിയിട്ട് ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഇതിലുള്ള എല്ലാ ആൾക്കാരും അടുത്ത 2 സെഷനിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, പിന്നെ എനിക്ക് തോന്നിയേക്കാം എനിക്ക് ഇങ്ങനെ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടല്ലോ, എനിക്ക് ഇങ്ങനെ ഒരു പെയിൻ ഉണ്ടായിട്ടുണ്ടല്ലോ, ഇങ്ങനെ ഒരു ലിമിറ്റിംഗ് ബിലീഫ് എന്നെ തടഞ്ഞു നിർത്തുന്നുണ്ടല്ലോ, അത് ഞാൻ എങ്ങനെ ബ്രേക്ക് ചെയ്യും, ഈ ഒരു ഇന്നർ കേജിനെ, ഈ ഒരു ചങ്ങലനെ ഞാൻ എങ്ങനെ പൊട്ടിച്ചെറിയും എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രാക്ടിക്കൽ വർക്ക്ഷോപ്പിലോട്ട് വരും. അവിടെ ഇരുന്നിട്ട് ക്ലാസ്സുകൾ കേട്ടിട്ട് അത് ചെയ്തിട്ട് പൊട്ടിക്കേണ്ട ഒരു കാര്യമാണ്. 1-2 ക്ലാസ്സുകൾ കേട്ടതിനെ കൊണ്ട് ഒറ്റയടിക്ക് പൊട്ടി പോകുന്നൊരു കാര്യമില്ല. നേരത്തെ ആ ജീവിയുടെ കാര്യം പറഞ്ഞ പോലെ അതിനോട് വേറെ ആരെങ്കിലും ഒന്ന് പോയിട്ട് കൂടൊക്കെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കൂല. കാരണം അതിൻ്റെ ഉള്ളിൽ അത്ര ആഴത്തിൽ അത് പതിഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ ഒരു സിസ്റ്റമാറ്റിക് ഗൈഡൻസോട് കൂടിയിട്ട് നിങ്ങളെ കൂടെ ഇരുന്നിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിച്ച് ചെയ്യിപ്പിച്ച് അതിനെ പൊട്ടിച്ചെറിഞ്ഞിട്ട് മാറ്റേണ്ട ഒരു കാര്യം എന്നുള്ളതാണ്. അതിനാണ് പേഴ്സണൽ മെന്ററിങ്സും എല്ലാ മന്തും മൈൻഡ് റീപ്രോഗ്രാമിംഗ്. ഇത്തരം ഉള്ളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നെഗറ്റീവ്സിനെ മാറ്റിയിട്ട് മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന ബാച്ചസ് ഉള്ളത്. അപ്പോൾ ഓൾറെഡി ബാച്ച് അറ്റൻഡ് ചെയ്ത ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് എനിക്കറിയാം. ടാസ്ക് ചെയ്യുന്ന ആൾക്കാർ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ടാസ്ക് നിർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സാഹചര്യത്തിൽ എവിടെയെങ്കിലും നിർത്തിപ്പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള അഫിർമേഷൻസ് അല്ലെ, നിങ്ങൾക്ക് തന്നിട്ടുള്ള ഇതിനെ റീപ്രോഗ്രാമിംഗ് ചെയ്യുന്ന മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഇത്തരം കുറച്ച് ടെക്നിക്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, അത് കീപ്പ് ഓൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ ഉള്ളിലുള്ളത് അത്രയും ആഴത്തിലുള്ള ചങ്ങലയാണെങ്കിൽ അത് പൊട്ടിക്കാൻ ചിലപ്പം ടൈം വന്നേക്കാം. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു ഫുൾ സ്ട്രെങ്തോട് കൂടി അത് യൂസ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ ആ ചങ്ങല പൊട്ടുന്നതിനനുസരിച്ചിട്ട് ശരിക്കും നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടില്ലേ നിങ്ങൾ കോൺഫിഡൻസ് കൂടി സംസാരിക്കാൻ പറ്റിയതൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ് ആണെന്നുള്ളത്. അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണം ഒരു പേഴ്സണലൈസ്ഡ് ഗൈഡൻസോ മെന്ററിങ്ങോ ഒക്കെ നിങ്ങൾക്ക് വേണം, ശരിക്കും നിങ്ങളെ തിരിച്ചു കിട്ടണം, ഒരു ഹയർ പൊട്ടൻഷ്യലിലോട്ട് ഉയരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ ഒരു കാര്യം മറക്കാണ്ടിരിക്കുക, നെക്സ്റ്റ് 2 സെഷനിലും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ലാസ്റ്റത്തെ സെഷനിൽ ഇൻഷാല്ല ഞാൻ വിചാരിക്കുന്നത് ഒരു നല്ലൊരു ഗൈഡഡ് മെഡിറ്റേഷനും, അതായത് നമ്മളെ തന്നെ ഒരു ഹയർ സെൽഫ് ഉണ്ടല്ലോ, നമ്മളിലെ തന്നെ ഉന്നത സെൽഫ്, അതിനെ ആക്സസ് ചെയ്തിട്ട് അതിൽ നിന്നിട്ട് അത് കുറച്ച് നേരത്തേക്ക് കിട്ടുള്ളൂ, മെഡിറ്റേഷനിലൂടെ പോവുക ചെയ്യാം. അതിൽ നിന്നിട്ട് ഗോള് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇപ്പൊ വിചാരിക്കുന്ന ഗോളാവില്ല അപ്പോൾ ഉണ്ടാവുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു നേരത്തെ പറഞ്ഞ ദർ ഈസ് സോ മച്ച് പവർ ഇൻ ബിലീവിംഗ് ദാറ്റ് എവറിത്തിങ് വിൽ വർക്ക് ഔട്ട് എന്ന് പറഞ്ഞ ആ ഒരു മെന്റൽ സ്റ്റേറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2026 നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരുപാട് നല്ലൊരു ഗ്രോത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. നമ്മുടെ ടൈം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് എവ്രി വൺ, ഇത്ര നേരം ഇവിടെ ഇരുന്നതിനും കേട്ടതിനും ഒക്കെ. നിങ്ങളെ സെൽഫിനോടും ആണ് കേട്ടോ താങ്ക്സ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ കേട്ടതിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളെ ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ചോദിക്കാം. ഇനി അല്ലാത്ത ആളുകൾക്ക് പേഴ്സണലി കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷനിൽ ആദ്യമായിട്ട് കയറുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് എവിടുന്ന ലിങ്ക് കിട്ടിയത് അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കാര്യങ്ങൾ കിട്ടും. ഇനി നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ ഗ്രൂപ്പിൽ തന്നെ നമ്പറിൽ പേഴ്സണലി കണക്ട് ചെയ്താലും മതി. ഇനി ഗ്രൂപ്പിൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എൻ്റെ നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അതിലാണ് നമ്മൾ എല്ലാ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ എനിവൺ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടോ ഈ വിഷയത്തിനെ കുറിച്ചിട്ടോ വേറെ എന്തെങ്കിലും കുറിച്ചിട്ടൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഓർ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ആയിട്ടോ റിവ്യൂ ആയിട്ടോ ഒക്കെ മനസ്സിലായതായിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച് ഡിയർ. ഞാൻ ഫുള്ള് കേട്ടിട്ടില്ല. എനിക്ക് ഇത് റെക്കോർഡ് ചെയ്തിക്കണാ? ആ റെക്കോർഡ് ഉണ്ട് കേട്ടോ, ഗ്രൂപ്പിൽ അയക്കും. ആ, ഞാന് ഇവിടെ വേറെ വീട്ടിലാണ്. അപ്പൊ ഞാൻ കുറച്ചു നേരം കേട്ടിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, ഞാൻ അയക്കാം കേട്ടോ. ആ, ആ. ഇവിടെ മൗലൂദ് നടക്കാണ്. എന്നാ ശരി. ഓക്കെ ഓക്കെ. ആ. അപ്പോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. കറക്റ്റ് 9 മണിയാണ് എന്തായാലും. അപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ